ഹലോ എവ്രിവൺ, എല്ലാവർക്കും വീണ്ടും എൻട്രിയുടെ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള PYQ ഡിസ്കഷനിലേക്ക് വീണ്ടും സ്വാഗതം. സോ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ പ്രീവിയസ് ലൈവിൽ നമ്മൾ HSSTയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് സെറ്റ് ഇംഗ്ലീഷ് എക്സാമിലെ പ്രധാന PYQs ഡിസ്കസ് ചെയ്യുകയാണ്. പെർട്ടിക്കുലർലി നമ്മൾ മൊഡ്യൂൾ 1-ലെ ഡിസ്കഷനാണ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് യു റിയലി നോ ദാറ്റ് ബേസിക്കലി നമുക്ക് 6 യൂണിറ്റുകളുണ്ട്. ഓരോ യൂണിറ്റിലും 20 മൊഡ്യൂളുകൾ വീതമാണ് ഉള്ളത്. സോ ഈ 20 മൊഡ്യൂളുകളിൽ നിന്നും കൃത്യമായിട്ട് ചോദ്യം വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ യൂണിറ്റിലേത് നമ്മൾ ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിൽ ഒരു വീക്കിൽ ഒരു ദിവസം വെച്ചുകൊണ്ട് നമ്മൾ ഓരോ മൊഡ്യൂളിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ യൂണിറ്റുകളിൽ നിന്നും ഈ 20 മൊഡ്യൂളുകളിൽ നിന്നും നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് കൃത്യമായിട്ട് മുൻവർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Alright. I believe my screen is visible. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. If you are just comfortable and if you really know the answer, you can definitely comment your answer right there in the chat box. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉത്തരം അവിടെ സ്ക്രീനിൽ കാണുന്ന കോമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിനുള്ള സമയം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരം, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ അതോ തെറ്റാണോ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? So, what's the first question? Who is the Archbishop of Canterbury in Utopia? The first question is, who is the Archbishop of Canterbury in Utopia? തോമസ് മോറിന്റെ ഉട്ടോപ്പിയ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഇത് മൊഡ്യൂൾ 2-ലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു PYQ ആണ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉട്ടോപ്പിയയിലെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് ആരാണെന്നുള്ളതാണ്. കാൻറ്റർബറി കത്തീഡ്രലിലുള്ള ആർച്ച് ബിഷപ്പ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തോമസ് മൂർ, റഫേൽ ഹിറ്റ്ലഡേ, പീറ്റർ ഗാൽസ് ആൻഡ് ജോൺ മോർട്ടൺ. Alright. If you really wanted to respond, you can definitely mark right there in the chat box. Okay, let's go to the answer. ജോൺ മോർട്ടൺ. ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജോൺ മോർട്ടൺ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഉട്ടോപ്പിയൻ ലാംഗ്വേജ് ഈസ് റിട്ടൺ ഇൻ ഡാഷ്. ഏത് ഭാഷയിലാണ് ഉട്ടോപ്പിയൻ ലാംഗ്വേജ് എഴുതിയിരിക്കുന്നത്? ഒന്നാമത്തേതായിട്ട് എ തന്നിരിക്കുന്നുണ്ട്. എ ലാറ്റിൻ, ബി ഇംഗ്ലീഷ്, സി ജർമ്മൻ ആൻഡ് ഡി ഫ്രഞ്ച്. 4 ഭാഷകൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ 4 ഭാഷകളിൽ ഏത് ഭാഷയിലാണ് ഉട്ടോപ്പിയൻ ലാംഗ്വേജ്, തോമസ് മോറിന്റെ ഉട്ടോപ്പിയൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഉട്ടോപ്പിയ എന്ന് പറയുന്ന വർക്ക് ഏത് ലാംഗ്വേജിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം? നമുക്ക് ശ്രദ്ധിക്കാം. ലാറ്റിൻ ആണ്. അത് 1516-ലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. And now let's get to know the third question. How did Caxton address Mallory? മാലറിയെ ഇദ്ദേഹം കാക്സൺ എങ്ങനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എ നൈറ്റ് പ്രിസണർ, ബി ജനറൽ, സി സർ, ഡി മാജസ്റ്റി. ഏതായിരിക്കും ഉത്തരം? നൈറ്റ് പ്രിസണർ ആണോ, ജനറൽ ആണോ, സർ ആണോ, അതോ മാജസ്റ്റി ആണോ? ഈ 4 ഉത്തരങ്ങളിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, നൈറ്റ് പ്രിസണർ. നൈറ്റ് പ്രിസണർ എന്നാണ് കാക്സൺ മാലറിയെ അഡ്രസ് ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് വാസ് ദ ഓൾഡ് നെയിം ഓഫ് ഉട്ടോപ്പിയ? ഉട്ടോപ്പിയ നമ്മൾ അറിയാം, മലയാളത്തിൽ അതിന്റെ പേരെന്ന് പറയുന്നത് വെള്ളരിക്ക പട്ടണം. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അല്ലെ, ഒന്നും വളരെ ഐഡിയൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലം. ഗോൾഡ് എന്ന് പറയുന്നത് അടിമകളെ ചങ്ങലക്കിടാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. അതായത് അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലഷേഴ്സിലൊന്നും ആളുകളെ ടെംപ്റ്റ് ചെയ്യാതിരിക്കുക, അത്തരത്തിലൊരു ഉദ്ദേശമുള്ള ഒരു തികച്ചും ഐഡിയൽ ആയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇക്വാലിറ്റിയോട് കൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉട്ടോപ്പിയ. സോ അതിന്റെ ഓൾ നെയിം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഓൾ നെയിം?
4 ഓപ്ഷൻസ് ഉണ്ട്. അബ്രാക്സ, ആൻവർപ്പ്, സി കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് ഡി കെന്റ്. ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അബ്രാക്സ. അബ്രാക്സയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പ്ലീസ് നോട്ടീസ് ദാറ്റ്സ് the real answer, option A, Abraxa. And now let's get to know the fifth question. Which character is depicted as despicable in the prologue? നിങ്ങൾ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടേൽസ് പഠിച്ചിട്ടുണ്ടാവും. ജെഫ്രി ചോസറിന്റെ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ വളരെ ഡെസ്പിക്കബിൾ ആയിട്ടുള്ള, വളരെ വെറുക്കപ്പെടുത്ത ഒരു ക്യാരക്ടറായിട്ട് ഒരാളെ പോർട്രേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പോർട്രേയൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? ആ ഒരു 14th സെഞ്ചുറിയിലെ ആ ഒരു എൻ്റെ സൊസൈറ്റിയുടെ ഒരു പെയിന്റഡ് അല്ലെങ്കിൽ ഒരു പോർട്രേയൽ ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി ആയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടേൽസ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. കാരണം ജെഫ്രി ചോസർ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് വളരെ വിവിഡ് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിന് വളരെയധികം ശ്രദ്ധ നൽകിക്കൊണ്ട് മെറ്റിക്കുലസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇദ്ദേഹം ഓരോ ക്യാരക്ടറിനെയും ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഫിസിക്കൽ റെപ്രസെന്റേഷനിലൂടെ ചില ഇന്നർ ഫിലോസഫീസും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സോ ഇവിടെ ഏതാണ് ഇദ്ദേഹം ഡെസ്പിക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ പാർട്ണർ, ബി സമണർ ആൻഡ് സി പ്രയറസ്, ഡി നൈറ്റ്. ഇതിൽ ആരാണ് ഡെസ്പിക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ പാർട്ണർ ആണ് അല്ലെ? പാർട്ണർ. Alright. And now coming to the sixth question. How many pilgrims, according to Chaucer, were part of the company that arrived at Tabard as he lay there? ഇദ്ദേഹം കാൻറ്റർബറി ടേൽസിലേക്ക് വേണ്ടിയിട്ടുള്ള പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ടബാർഡ് ഇന്നിൽ എത്തുകയാണ്, ആ ഒരു സത്രത്തിൽ എത്തുകയാണ്. സോ അവിടെ എത്തുന്ന സമയത്ത് അവിടെ നിലവിൽ എത്ര പിൽഗ്രിംസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 29 ആൻഡ് ഓപ്ഷൻ ഡി 30. ഈ 4 ഓപ്ഷൻസുകളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് 29. റൈറ്റ്. കാരണം അവിടെ ഓൾറെഡി 29 പിൽഗ്രിംസ് ഉണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ജെഫ്രി ചോസർ ഉണ്ടായിരുന്നു. കൂടാതെ ഈ സത്രത്തിന്റെ ഉടമയായിട്ടുള്ള ഹാരി ബെയ്ലി, വിച്ച് മീൻസ് ഹി ഈസ് ദ ഹോസ്റ്റ്. സോ അങ്ങനെ ഓൾ ടുഗെദർ 31 ആളുകളും 29 ആളുകൾ ഓൾറെഡി അവിടെ പിൽഗ്രിംസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. Alright. So now let's consider the next one. Who was the first to print the Canterbury Tales? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പ്രിന്റിംഗ് പ്രസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. കാൻറ്റർബറി ടേൽസ് ആദ്യമായിട്ട് ആരാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്? അത് ഒരുപാട് ഇംഗ്ലീഷ് പബ്ലിക്കേഷൻസ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പോപ്പുലർ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ ഇദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് ഒന്നുകൂടെ പോപ്പുലർ ആവാൻ കാരണം കാൻറ്റർബറി ടേൽസ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിൽ എഴുതിയത് കൊണ്ടുകൂടിയാണ്. അത് കൂടാതെ ആ ഒരു പോപ്പുലാരിറ്റി ഇദ്ദേഹം ഇത് പ്രിന്റ് ചെയ്തപ്പോഴാണ് വന്നിട്ടുള്ളത്. ഏതാണ്? 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ ജോൺ ഗോവർ, ഓപ്ഷൻ ബി ജോൺ ലിഡ്ഗേറ്റ്, ഓപ്ഷൻ സി റോബർട്ട് ലാർജ്, ഓപ്ഷൻ ഡി വില്യം കാക്സ്റ്റൺ. സോ ഈ 4 പ്രധാന ആളുകളിൽ ആരാണ് ഇദ്ദേഹത്തിന്റെ കാൻറ്റർബറി ടേൽസ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി വില്യം കാക്സ്റ്റൺ. വില്യം കാക്സ്റ്റൺ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. To whom does the remark the well of English undefiled goes to? The well of English undefiled എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫിലിപ്പ് സിഡ്നി, വില്യം ലാംഗ്ലാൻഡ്, ക്രിസ്റ്റഫർ മാർലോ ആൻഡ് ജെഫ്രി ചോസർ. 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൽ ആരാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ആരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ദ വെൽ ഓഫ് ഇംഗ്ലീഷ് അൺഡിഫൈൽഡ്. ആൻസറിലേക്ക് പോവാം. ഡി ജെഫ്രി ചോസർ. ജെഫ്രി ചോസറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ഇദ്ദേഹത്തെ പലരും മെൻഷൻ ചെയ്തിട്ടുള്ള ചില പ്രത്യേക ഇതുപോലെയുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിമാർക്സ് കൂടെ നോട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അത് ജെഫ്രി ചോസറിന്റെ മാത്രമല്ല, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിനെ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയർ ആണെങ്കിലും, മിൽസൺ ആണെങ്കിലും, ബെൻ ജോൺസൺ ആണെങ്കിലും, ഡോക്ടർ ജോൺസൺ ആണെങ്കിലും ഒരുപാട് ആളുകളെ മറ്റൊരുപാട് ക്രിറ്റിക്സും അതുപോലെ തന്നെ ഓഥേഴ്സും എല്ലാവരും
ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അവരെ കുറിച്ച് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അവരുടെ വർക്ക്സുകളെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ വർക്കിനെയും ഓരോ ഓഥറിനെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ പറ്റും. Okay, now comes the ninth question. The Spanish tragedy influenced dash of Shakespeare. ഷേക്സ്പിയറിന്റെ സ്പാനിഷ് ട്രാജഡി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന വർക്ക് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. എ ടെംപെസ്റ്റ്, ബി കിങ് ലിയർ, സി ലവ്സ് ലാബേഴ്സ് ലോസ്റ്റ് ആൻഡ് ഡി കോറിയോലാനസ്. ഇദ്ദേഹത്തിന്റെ ടെംപെസ്റ്റിനെ അല്ലെങ്കിൽ കിങ് ലിയറിനെയാണോ, അതോ ലവ്സ് ലാബേഴ്സ് ലോസ്റ്റിനെയാണോ, അതോ കോറിയോലാനസ് എന്ന് പറയുന്ന വർക്കിനെയാണോ, ഏതിനെയാണ് സ്പാനിഷ് ട്രാജഡി, തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡി ഏത് വർക്കിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? അതൊരു റിവെഞ്ച് ട്രാജഡിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ഷേക്സ്പിയറിന്റെ ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 1 തന്നെ ബിലോങ് ചെയ്യുന്ന ഷേക്സ്പിയറിന്റെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? കിങ് ലിയർ. കിങ് ലിയർ ആണ് സ്പാനിഷ് ട്രാജഡിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. Now let's consider the 10th question. Who among the following university wits never attended any university? അല്ലെ, നമുക്കറിയാം യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കാംബ്രിഡ്ജിൽ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്കോളേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഒരാൾ മാത്രം ഒരു യൂണിവേഴ്സിറ്റിയും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിലും അറ്റൻഡ് ചെയ്യാതെ തന്നെ യൂണിവേഴ്സിറ്റി വിറ്റ് എന്നുള്ള പേര് നേടിയിട്ടുള്ള ആളെന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എ തോമസ് കിഡ്, ആൻഡ് സെക്കൻഡ് വൺ ബി തോമസ് നാഷ്, സി ജോർജ് പിയലെ, ഡി ജോൺ ലിലി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങളുടെ ഉത്തരമല്ല, കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓക്കെ, വി നോ ദാറ്റ് ദ റൈറ്റ് ആൻസർ ഈസ് തോമസ് കിഡ്. തോമസ് കിഡ് ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഒരു യൂണിവേഴ്സിറ്റിയിലും പോവാതെ തന്നെ യൂണിവേഴ്സിറ്റി വിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ ദ 11th question. Who coined the term Marlowe's mighty line? മാർലോയുടെ മൈറ്റി ലൈൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടേം ആരാണ് ഈ ഒരു പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്തിരിക്കുന്നത്? മാർലോസ് മൈറ്റി ലൈൻ. ക്രിസ്റ്റഫർ മാർലോയെ കുറിച്ച് വിശേഷിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ വർക്കുകളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് മാർലോസ് മൈറ്റി ലൈൻ എന്ന് പറയുന്നത്. ഇതാര് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആര് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ HSST ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി സിംപ്ലർ ആണ്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് പാസ്സാവാൻ പറ്റുന്ന, തീർച്ചയായും ഹയർ സ്കോർ തന്നെ നേടാൻ പറ്റുന്ന, തീർച്ചയായും റാങ്ക് പട്ടികയിൽ തന്നെ കയറാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കോംപ്ലക്സിറ്റി ഇല്ല, കുറേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. So let's consider the 4 options. A. Ben Jonson, B. Philip Sidney, C. Gabriel Harvey, and D. Stephen Gerson. ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഇറ്റ്സ് ബെൻ ജോൺസൺ. ബെൻ ജോൺസൺ ആണ് മാർലോസ് മൈറ്റി ലൈൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. And now the 12th question. The letter added as a preface to Fairy Queenie is addressed to whom? Fairy Queenie കമ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ലെറ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ പ്രിഫസ് ടു ഫെയറി ക്യൂനി, അല്ലെ? ഫെയറി ക്യൂനിയുടെ തൊട്ട് മുന്നായിട്ട്, അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു പ്രിഫസ്, ഒരു ആമുഖം അതിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ലെറ്റർ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ. സർ വാൾട്ടർ റെലൈ, ബി. ക്യൂൻ എലിസബത്ത്, സി. മിൽട്ടൺ, ഡി. ഡ്രൈഡൻ. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്? ആരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ, ഈ ഒരു പ്രിഫസ് ആദ്യമായിട്ട് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ. സർ വാൾട്ടർ റെലൈ, ബി. ക്യൂൻ എലിസബത്ത്, സി. മിൽട്ടൺ, ഡി. ഡ്രൈഡൻ. ആൻസർ എന്താണ്? എ. സർ വാൾട്ടർ റെലൈ. സർ വാൾട്ടർ റെലൈ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Now 13. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഇൻട്രൊഡ്യൂസ്ഡ് തെർസ റൈമ ഇൻ ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഒറ്റാവ റൈമ അറിയാം, തെർസ റൈമ അറിയാം. ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അറിയാം. ഇതാരാണ്? തെർസ റൈമ ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്?
വളരെ എവിഡന്റ് ആണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരിക്കും. എ സറേ, ബി വയാറ്റ്, സി റിച്ചാർഡ് ടോട്ടൽ, ഡി ഷേക്സ്പിയർ. ഈ 4 പേരിൽ ആരാണ് ടെറിസ റൈമ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഇംഗ്ലീഷിലേക്ക് ആ ഒരു സോണറ്റ് ട്രഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആരാ നിങ്ങൾക്കറിയാം? തോമസ് വയാറ്റും സറയുമാണ്. അവരാണ് സോണറ്റ് ട്രഡീഷൻ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെ? ആ ഒരു പെട്രാർക്കൻ സോണറ്റ് ട്രഡീഷൻ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും അത് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നതും അവരാണ്. അതിനുശേഷമാണ് നമ്മൾ ഷേക്സ്പിയറൊക്കെ അത് ഒന്നാകെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ഷേക്സ്പിയറിയൻ വേർഷൻ അതിന് കൊണ്ടുവരുന്നത്. പിന്നീട് എഡ്മണ്ട് സ്പെൻസർ അദ്ദേഹത്തിന്റെ സ്പെൻസേറിയൻ വേർഷനും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സോ ടെറിസ റൈമ ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആരാണ്? ഓൾറൈറ്റ്, ഇറ്റ്സ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് വയാറ്റ്. തോമസ് വയാറ്റ് ആണ് ടെറിസ റൈമ ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് നേറ്റീവ് ഇംഗ്ലീഷ് ട്രാജഡി. ഇതിലും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനേ ഇല്ല. നമ്മൾ ഏത് പഠിക്കുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. ഏതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാജഡി, ഏതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് കോമഡി. ഈ ഫസ്റ്റുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേക പ്രസക്തിയുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നതാണെങ്കിലും റീസെന്റ് സംഭവിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റെക്കറിംഗ് ആയിട്ട്, റെപ്പറ്റേറ്റീവ് ആയിട്ട് വരാൻ ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിനെ പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഇംഗ്ലീഷിൽ ആദ്യ ട്രാജഡി നമ്മൾ പഠിക്കുന്നു, അതിനുശേഷം ഇങ്ങനെയാണ് ട്രാജഡികളുടെ നാൾവഴികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓരോരോ സമയത്തിനനുസരിച്ച് ഓരോരോ ഏജ് ഓഫ് ബ്രിട്ടനിലെയും അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിയനിലാണെങ്കിലും ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് അവിടെ വന്നിട്ടുള്ള ഈ ഒരു ട്രെൻഡ്സിന്റെ ഷിഫ്റ്റ് മനസ്സിലാക്കുന്നു. അതിനനുസൃതമായിട്ട് ആ വർക്കുകളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കുന്നു, അല്ലേ? സോ അങ്ങനെ കൃത്യമായിട്ടൊരു പ്രോപ്പർ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ഫൗണ്ടേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ലെഗോ ബ്ലോക്ക്, കുട്ടികളോട് പറയാറുണ്ടല്ലോ ഒരു ലെഗോ ബ്ലോക്സ് ബിൽഡ് ചെയ്ത് പഠിക്കൂ എന്നുള്ളത്. അതുപോലെ നമ്മളൊരു ലെഗോ ബ്ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പ്രോപ്പറായിട്ട് ലേ ചെയ്ത് നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ ഇഷ്ടിക വൃത്തിയിൽ വെക്കും. ആ ഇഷ്ടിക വൃത്തിയിൽ വെച്ചതിന് ശേഷമാണ് അതിന്റെ മുകളിലൊരു ഇഷ്ടിക വെക്കുക. സോ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓൾറൈറ്റ്. Okay, so dash is the first native English tragedy, which means there are 4 options. A. Oedipus Rex, B. Gorboduc, C. Ralph Roister Doister, and D. Hamlet. ഏതാണ് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ? Alright, let's get to know. B. Gorboduc അഥവാ ഫെറക്സ് ആൻഡ് പൊറക്സ് എന്ന് അറിയപ്പെടുന്ന അഥവാ ഗോബഡക് എന്ന് അറിയപ്പെടുന്ന ഫസ്റ്റ് വർക്കാണ്. അതാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ട്രാജഡി എന്ന് പറയുന്നത്. അതിൽ 2 മക്കളും ഫെറക്സും പൊറക്സും മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ അതൊരു ഒരു ട്രാജിക്കൽ എൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയാം. കൂടാതെ അതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് നേറ്റീവ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയുന്നത്. And now let's consider which is the first native English comedy. ആദ്യത്തെ ഇംഗ്ലീഷ് നേറ്റീവ് കോമഡി എവിടെയാണ്, ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾറൈറ്റ്, ആദ്യത്തെ ഇംഗ്ലീഷ് നേറ്റീവ് കോമഡി ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ സെയിം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈഡിപ്പസ് റെക്സ് ആണോ, ഗോബഡക് ആണോ, റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ ആണോ, ഹാംലെറ്റ് ആണോ? റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ, ഓപ്ഷൻ സി ആണ് ഉത്തരം. നിങ്ങൾക്കറിയാം റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ ഒരു കോമിക്കൽ ആയിട്ടുള്ള ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെ ഒരു സ്ത്രീയെ, അല്ലെ, സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ വെയിൻ ആയിട്ടുള്ള അറ്റംപ്റ്റുകളൊക്കെ ഫീച്ചർ ചെയ്യുന്ന ഒരു കോമിക്കൽ വർക്കാണ് റാൽഫ് റോയിസ്റ്റർ ഡോയിസ്റ്റർ. അതായിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷ് കോമഡി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which among the following is an interlude? ഇതിൽ ഏതാണ് ഈ പറയുന്ന 4 വർക്കുകളിൽ ഏതാണ് ഇന്റർലൂഡ് എന്ന് പറയുന്നത്? നമ്മൾ മൊറാലിറ്റി പ്ലേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മിസ്റ്ററി പ്ലേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സൈക്കിൾസ് ഓഫ് പ്ലേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് കൂടെ തന്നെ പഠിച്ചിട്ടുള്ള ഒരു വർക്കാണ്, ഒരു കൈൻഡ് ഓഫ് ജാനർ ഓഫ് വർക്കാണ് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. അത് മെൻഷൻ ചെയ്യുന്നത് പോലെ ഒരു പ്രധാന ഇവന്റിനിടയിൽ നമ്മൾ ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കംഫർട്ട് എന്നോ അല്ലെങ്കിൽ ചെറിയൊരു എന്റർടൈൻമെന്റ് എന്നോ എന്നുള്ള തരത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലേസ് ആണ് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ 4 ഓപ്ഷൻസുകളിൽ ഏതാണ് ഇന്റർലൂഡ്? ഒന്നാമതായിട്ട് ചെസ്റ്റർ പ്ലേസ്,
B. Dig Bicycle, C. The Four Piece, D. Townley Cycle Plays. ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന ഇന്റർലൂഡ്? നമുക്ക് ശ്രദ്ധിക്കാം ഏതാണെന്ന്. ദ ഫോർ പീസ് അല്ലെ, 4 പി കൊണ്ട് തുടങ്ങുന്ന 4 ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഇന്റർലൂഡ് ആയിരുന്നു, ഒരു പ്ലേ ആയിരുന്നു അത്. സോ that's the interlude which is actually portrayed right here. And now let's get to the 16th question. What is the alternate title of Spanish tragedy? തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡിയുടെ ആൾട്ടർനേറ്റ് ടൈറ്റിൽ എന്തായിരുന്നു? നിങ്ങൾക്കറിയാം അത് തോമസ് കിഡാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതിനൊരു സബ് ടൈറ്റിൽ പോലെ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് ടൈറ്റിൽ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്പാനിഷ് ട്രാജഡി ഓർ ഡാഷ് മറ്റൊരു ടൈറ്റിൽ കൂടി ഉണ്ടായിരുന്നു. ഏതാണ് മറ്റൊരു ടൈറ്റിൽ എന്ന് പറയുന്നത്? A. Pedringano is mad again, B. Belimberia is mad again, C. Horatio is mad again, and D. Hieronymo is mad again. Just a minute. Alright, so ഏതാണ് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ? Yes, it's Hieronymo is mad again. Hieronymo is mad again എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സ്പാനിഷ് ട്രാജഡി ഓർ Hieronymo is mad again. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. Which is the first Senecan revenge tragedy in English? ഇംഗ്ലീഷിലെ ആദ്യത്തെ സെനക്കൻ റിവെഞ്ച് ട്രാജഡി ഏതാണ്? അല്ലെ, സെനക്കയാണ് ഈ റിവെഞ്ച് ട്രാജഡി ട്രഡീഷൻ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിലോസഫർ ആയിരുന്നു, ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, പോയിറ്റൊക്കെ ആയിരുന്നു അല്ലെ. സോ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇംഗ്ലീഷിലെ ആദ്യത്തെ സെനക്കൻ റിവെഞ്ച് ട്രാജഡി, ആ ഒരു സെനക്കൻ ഇൻഫ്ലുവൻസ് ഉള്ള ആദ്യത്തെ റിവെഞ്ച് ട്രാജഡി ഇംഗ്ലീഷിൽ ഏതാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ റിവെഞ്ച് ട്രാജഡി ട്രഡീഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ റിവെഞ്ച് ട്രാജഡി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ. സ്പാനിഷ് ട്രാജഡി, ബി. റിവെഞ്ചേഴ്സ് ട്രാജഡി, സി. ഹാംലെറ്റ്, ഡി. ടിറ്റസ് ആൻഡ്രോണിക്കസ്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? Alright, we know that it's A. Spanish tragedy. A. Spanish tragedy. സ്പാനിഷ് ട്രാജഡിയാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ റിവെഞ്ച് ട്രാജഡി. റിവെഞ്ച് ട്രഡീഷൻ ഉൾക്കൊള്ളുന്ന ഒരു റിവെഞ്ച് മനോഭാവമുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചതിന്റെ പേരിൽ അത് അവെന്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു റിവെഞ്ച് ട്രാജഡി എന്നുള്ളൊരു പേര് തന്നെ വന്നിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ദ ജാനർ ഇറ്റ്സെൽഫ് is denoted by the eponymous title. Alright, and now let's consider the 20th question. The main collaborator of John Webster, the Jacobean writer, was dash. ജോൺ വെബ്സ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ കൊളാബറേറ്റർ ആയിട്ടുള്ള ജാക്കോബിയൻ റൈറ്റർ ആരായിരുന്നു? നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. എ. തോമസ് ഡെക്കർ, ബി. തോമസ് മിഡിൽട്ടൺ, സി. ജോൺ ഫ്ലെച്ചർ, ആൻഡ് ഡി. ജോൺ ഫോർഡ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ്, അല്ലെങ്കിൽ ഏത് റൈറ്റർ ആയിരുന്നു ജോൺ വെബ്സ്റ്ററിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വർക്ക്സുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്? ആ ഒരു ഏജ് വഴി നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളും ഇദ്ദേഹത്തിന്റെ കണ്ടംപററീസും ഇദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളും അദ്ദേഹത്തിന്റെ പോപ്പുലർ വർക്ക്സുകളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും. ആരാണ്? തോമസ് ഡെക്കർ. തോമസ് ഡെക്കർ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Alright, and now let's get to the next question. 21st question. The speech beginning with a well-known line, to be or not to be, that's a question, is an example of dash. അല്ലെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പോഴും നമ്മൾ പല റിനൗൺഡ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കേഴ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിക് ലിറ്റററി കോട്ടാണ് ടു ബി ഓർ നോട്ട് ടു ബി. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിത് വേണോ, അല്ല ഇതിങ്ങനെ ആവണമോ അതോ വേണ്ടയോ? നിങ്ങൾക്കത് വേണമോ അത് വേണ്ടയോ? അത് ശരിക്കും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള, എല്ലാ കാലത്തും റെലവൻറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഹാംലെറ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ട്രാജഡിയിൽ വരുന്ന ഒരു മേജർ കോട്ടാണത്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിക്കിത് ചെയ്യണമോ അതോ വേണ്ടയോ? അതാണ് ഇവിടുത്തെ യഥാർത്ഥ ക്വസ്റ്റ്യൻ. ഇദ്ദേഹത്തിന്റെ പ്രൊക്രാസ്റ്റിനേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ട്രാജിക് ഫ്ലോ ആയിട്ടുള്ള, ഇദ്ദേഹത്തിന്റെ ഹമാർഷ്യ ആയിട്ടുള്ള പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചുമ്മാ നീട്ടി വെച്ച് പോകുന്ന ആ ഒരു ട്രാജിക് ഫ്ലോയെ, ഹമാർഷ്യയെ കാണിക്കുന്ന, അതിന്റെ ഇൻഫ്ലുവൻസ് കാര്യമായിട്ട് കാണിക്കുന്ന ഒരു കോട്ടായിരുന്നു ഇത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നീട്ടി പോവുക എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരുന്നു. അതുകൂടാതെ ഞാൻ എൻ്റെ ഈ ഒരു പാത്ത് ഇപ്പോൾ തന്നെ ഇത് സ്വീകരിക്കണമോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആക്ഷൻസ് ഇപ്പോൾ തന്നെ ചെയ്യണമോ അത് വേണ്ടയോ എന്നുള്ളൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ
ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നൊരു സമയമാണിത് അല്ലേ. സോ ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? അതൊരു മിയർ ഡയലോഗ് ആയിരുന്നു, അത് ഒരു അസൈഡ് ആയിരുന്നു, അതൊരു മോണോലോഗ് ആയിരുന്നു, അതൊരു soliloquy ആയിരുന്നു, or whether that was an ode dramatic as well. So what's the right answer? soliloquy അല്ലേ, അതൊരു soliloquy ആയിരുന്നു. എന്താണ് soliloquyയും അതുപോലെ തന്നെ അസൈഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? soliloquy എന്ന് പറയുന്നത് കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ആത്മകഥം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അല്ലെ, നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്. സോ അതൊരു സ്റ്റേജ് പ്രസന്റേഷനിൽ വരുമ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നു. സോ അവിടെ വേറൊരു ക്യാരക്ടറും നിങ്ങളുടെ ഈ ഒരു സ്പീച്ച് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയാണ്. എന്നാൽ അസൈഡ് എന്ന് പറയുന്നത് എന്താണ്? soliloquy പറയുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആ സിറ്റുവേഷനിൽ വേറെ ആരുമില്ല, നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ soliloquy സംസാരിക്കുന്നത്, നിങ്ങൾ ആത്മകഥം നടത്തുന്നത്, അല്ലെ, നിങ്ങളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ അസൈഡ് എപ്പോഴാണ്? ഉദാഹരണത്തിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് soliloquy എക്സാമ്പിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ മാക്ബത്തിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ ഒരു സിറ്റുവേഷനിൽ സ്പെസിഫിക്കലി അവർ വിച്ചസിനെ കാണുന്ന സമയത്ത്, വിച്ചസ് ഈ ഒരു പ്രോഫസി നടത്തുന്ന സമയത്ത്, മാക്ബത്തും ബാങ്കോയും ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് മാക്ബത്ത് അസൈഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില വൈൽഡ് ഇന്റൻഷൻസിനെ കുറിച്ച് ഇദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. കൂടാതെ വിച്ചസിന്റെ ഈ ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു ഹീറ്റും അതുപോലെ തന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇത്തരത്തിലുള്ള ഭീവത്സമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുള്ള വിച്ചസും അവർ പറയുന്ന പ്രോഫസീസും എല്ലാം ഇദ്ദേഹം കമ്പയർ ചെയ്തുകൊണ്ട് അതിന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം അസൈഡായിട്ട് ആ ഒരു രംഗസ്ഥലത്ത് നിന്നും ഒരല്പം മാറി നിന്നുകൊണ്ട് ഇദ്ദേഹം മനസ്സിൽ ചില കാര്യങ്ങൾ പറയുന്നു. അതാണ് അസൈഡ് എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരല്പം മാറി നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, അതാണ് അസൈഡ് എന്ന് പറയുന്നത്. സ്റ്റേജ് കൺവെൻഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് മനസ്സിൽ പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കില്ല, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പറയുന്നു, അല്ല, ഒരു റിയലിസ്റ്റിക് കേസ് ആണെങ്കിൽ നമ്മൾ ഒരു വിഷയത്തെ മനസ്സിൽ പറഞ്ഞേനെ. soliloquy എന്ന് പറയുന്നത് നമ്മൾ തനിച്ചിരിക്കുമ്പോൾ സിറ്റുവേഷനിൽ ആ ഒരു കോണ്ടെക്സിൽ വേറെ ആരും ഇല്ലാത്ത സമയത്ത് വരുന്ന ഒരു ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ നമ്മൾക്കുള്ളിൽ തന്നെ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഓൾറൈറ്റ്, സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 22nd question. The Globe Theatre associated with Shakespeare was destroyed in a fire in dash here. ഏത് വർഷമാണ് ഷേക്സ്പിയറുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഗ്ലോബ് തിയേറ്റർ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു ലണ്ടൻ ഫയറിൽ ഡെസ്ട്രോയിഡ് ആയത്? ഐ മീൻ ഒരുപാട് തകർച്ചകളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഈ ഒരു ഫയർ മുഖേന എങ്ങനെയാണ് സംഭവിച്ചത്, ഏത് വർഷമാണ് സംഭവിച്ചിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. A 1613, B 1616, C 1619 and D 1621. 4 വർഷങ്ങളുണ്ട്. ഇതിൽ ഏത് വർഷത്തിലായിരുന്നു ഈ ഒരു ഗ്ലോബ് തിയേറ്റർ ഫയർ മുഖേന ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടായിരുന്നത്? വളരെ ഈസിയാണ്, 1613 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഷേക്സ്പിയറിന്റെ ഈ ഒരു ഗ്ലോബ് തിയേറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓൾറൈറ്റ്, ആ ഒരു തിയേറ്റർ എങ്ങനെ നിലവിൽ വന്നു, അതിനുശേഷം എങ്ങനെ ഗ്ലോബ് തിയേറ്ററിലേക്ക് എത്തി, അതിനിടയിൽ ഉണ്ടായിരുന്ന മറ്റ് തിയേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന്. സോ എലിസബത്തൻ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ആ ഒരു ബേസിക്കലി അവിടെ ഉണ്ടായിരുന്ന മേജർ തിയേറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള പ്രധാന പ്ലേസ് മനസ്സിലാക്കുക, ഗ്ലോബ് തിയേറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഏത് വർഷം പ്ലേഗ് അവരെ ബോധർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് വരുന്നുണ്ട്. സോ നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴും ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നു എന്ന് കരുതിയിട്ട് സെയിം ക്വസ്റ്റ്യൻ അടുത്ത വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത വർഷമോ റിപ്പീറ്റ് ചെയ്തോളണമെന്നില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്തേക്കാം, പക്ഷേ അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അഥവാ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ഒരു ഇന്റർവൽ അതിനിടയിൽ വരും. സോ സ്വാഭാവികമായിട്ടും ആ ഒരു സെയിം മൊഡ്യൂളിൽ നിന്ന് അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഉദാഹരണത്തിന് ദ തിയേറ്റർ എന്നാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്, അല്ലെ? ഷേക്സ്പിയറിന്റെ ഗ്ലോബ് തിയേറ്റർ ആരാണ് ആദ്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരാണ് പേട്രണേജ് നൽകിയിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതിന് അർത്ഥം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല. ഇതുപോലെ സിമിലർ നിലവാരം പുലർത്തുന്ന അത്തരത്തിലുള്ള ഭാഗങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ സംഭവിക്കുന്നത്. Alright. So now let's discuss about who was Shakespeare's first royal patron. Remember?
ഏൾ ഓഫ് സൗത്ത് ആംപ്റ്റൺ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ റോയൽ പാറ്റേൺ ആരാണെന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക. ഓൾറൈറ്റ്. സോ ആരായിരുന്നു ഷേക്സ്പിയറിന്റെ ആദ്യത്തെ ഫസ്റ്റ് റോയൽ പാട്രൺ? എ ഹെൻറി ക്യാരി, ബി ജെയിംസ് വൺ, സി എലിസബത്ത് വൺ ആൻഡ് ഡി ജോർജ് ക്യാരി. 4 ഓപ്ഷൻസ് ഉണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് ജെയിംസ് വൺ. ജെയിംസ് വൺ ആണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ റോയൽ പാട്രൺ എന്ന് പറയുന്നത്, അല്ലേ? ഇദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഹീറോയിക് കപ്ലറ്റ്, ജെഫ്രി ചോസറിന്റെ ഹീറോയിക് കപ്ലറ്റ്, അതിന് റോയൽ കപ്ലറ്റ് അല്ലെങ്കിൽ ആ ഒരു റോയൽ കപ്ലറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് വരാൻ കാരണം എന്ന് പറയുന്നത്, കാരണം എന്താണ്? ഇദ്ദേഹം തന്റെ കിങ് സ്ക്വയർ എന്ന് പറയുന്ന വർക്കിൽ ഹീറോയിക് കപ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓൾറൈറ്റ്. സോ ആ ഒരു റോയൽ റൈംസ് എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആക്കലൈറ്റ് അതിന് വരുന്നത് ജെയിംസ് വണ്ണിന്റെ ഒരു യൂസോട് കൂടിയാണ്. ഷേക്സ്പിയറിന്റെ ആദ്യത്തെ റോയൽ പാട്രണും ജെയിംസ് വൺ തന്നെയാണ്. സോ റോയൽ പാട്രൺ എന്നാണ് പറഞ്ഞത്, അതായത് രാജകുടുംബത്തിൽ നിന്നുള്ള ആദ്യത്തെ പാട്രൺ ജെയിംസ് വൺ ആയിരുന്നു. ഓൾറൈറ്റ്. So, 24th question. Who uttered the words Brave New World in Shakespeare's play Tempest? ഇദ്ദേഹത്തിന് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള വർക്കിൽ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന വാക്കുകൾ ആരാണ് ഉച്ചരിച്ചത്? ആരാണ് അത് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ഇവിടെ മിറാൻഡയുണ്ട്. എ, ബി ഒഫീലിയ, സി കാലിബാൻ, ഡി പ്രോസ്പെറോ. ഒട്ടും സാധ്യതയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. ആരാണ്? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഒഫീലിയ തന്നെയാണ്. കാരണം ഒഫീലിയ ടെമ്പസ്റ്റിലുള്ള ആളെയല്ല. ഷീ ഈസ് ആക്ച്വലി ഫ്രം ഹാംലെറ്റ്, അല്ലെ? ഹാംലെറ്റിൽ നിന്നുള്ള ഒരു ക്യാരക്ടറാണ്. സോ സ്വാഭാവികമായിട്ടും ആരാണ്? കാലിബനെ നിങ്ങൾക്കറിയാം, പ്രോസ്പെറോ നിങ്ങൾക്കറിയാം. പക്ഷെ മിറാൻഡയാണ്. എ, മിറാൻഡ is the right answer. Okay. And now let's discuss the 25th question. Who called Shakespeare an upstart crow beautified with our own feathers? അല്ലെ, ഷേക്സ്പിയറിനെതിരെയായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ക്രിറ്റിസിസംസ് ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രോട്ട്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറയുന്ന ഒരു വർക്കിലാണ് ഇദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നത്. ആരാണ് ഈ ഒരു പെർട്ടിക്കുലർ കോമെന്റ്, ഒരു ക്രിട്ടിക്കൽ കോമെന്റ് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്? an upstart crow beautified with our own feathers. ഞങ്ങളുടെ ഫെതേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു ക്രോയാണ് ഷേക്സ്പിയർ എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ആരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? എ, തോമസ് കിഡ് ആണോ? ബി, ജോർജ് പീലെ ആണോ? സി, റോബർട്ട് ഗ്രീൻ ആണോ? അതോ ഡി, ജോൺ ലിലി ആണോ? ഷേക്സ്പിയറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഷേക്സ്പിയറിനെ കുറിച്ച് മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിറ്റിസിസംസും. ഒരുപാട് ക്രിറ്റിക്സ് ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കറിയാം ആ ഒരു 1594 ആ ഒരു സമയഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരുന്നു അത്. റോബർട്ട് ഗ്രീൻ ആണ് ഈ ഒരു ക്രിറ്റിസിസം ഉന്നയിച്ചിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു PYQ കൂടെയാണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓൾറൈറ്റ്. ഇനി 26th question. The first folio of Shakespeare's play was published by dash. The first folio of Shakespeare's play എന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫോളിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വർഷം നിങ്ങൾക്കറിയാം 1623 ആയിരുന്നു. അത് ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പബ്ലിഷേഴ്സിനെയാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലെ? നമ്മൾ ഒരുപക്ഷെ മറ്റ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ കണ്ടംപററീസിനെയോ ഈവൻ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ പോലും പ്രധാന പബ്ലിഷേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു, നമ്മൾ പറയാമല്ലോ, ഒരു സാഗരമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഇവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആരാണ് ഇവിടെ ദ ഫസ്റ്റ് ഫോളിയോ ഓഫ് ഷേക്സ്പിയർസ് പ്ലേ ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ, ജോൺ ഹെമിംഗ് ആൻഡ് ഹെൻറി കോണ്ടൽ, ബി, വില്യം ബെൻഡാം ആൻഡ് റിച്ചാർഡ് ബർബേജ്, സി, വില്യം ജഗാർഡ്, ഐസക് ആൻഡ് എഡ് ബ്ലൗണ്ട് ആൻഡ് ഡി, ബിയൽ ക്ലൗ ആൻഡ് ഇവാൻ. ഈ 4 പേരിൽ ആരാണ് ഷേക്സ്പിയറിന്റെ ആദ്യത്തെ ഫോളിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒട്ടും സംശയിക്കേണ്ട, നിങ്ങൾക്കറിയാവുന്ന ആൻസർ ആണ് ജോൺ ഹെമിംഗ് ആൻഡ് ഹെൻറി കോണ്ടൽ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫോളിയോ 1623 ഫസ്റ്റ് ഫോളിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Alright. So 27th question. What is not a characteristic of metaphysical poetry? അല്ലെ, മെറ്റഫിസിക്കൽ പോയട്രിനെയും അതുപോലെ തന്നെ പോയട്സിനെയും കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. സോ 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഗ്രാൻഡർ ഓഫ് ഹ്യൂമൻ കൈൻഡ്, ബി, ഇൻവെന്റീവ് യൂസ് ഓഫ് കോൺസെപ്റ്റ്സ്, സി, റിലീജിയസ് തീംസ്, ദി, അൺയൂഷ്വൽ ഇമേജറി. ഇതിൽ മെറ്റഫിസിക്കൽ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സേ അല്ലാത്ത, അതിൽ പെടാത്ത, മെറ്റഫിസിക്കൽ പോയട്രിയുടെ ട്രേറ്റ്സ് എക്സിബിറ്റ് ചെയ്യാത്ത
ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? ഗ്രാൻഡർ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഏത് തരത്തിലുള്ള പോയിട്രിയിലൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്? ന്യൂ ക്ലാസിക്കൽ വർക്ക്സുകളിലൊക്കെയാണ്. സോ ദാറ്റ്സ് ദ ആൻസർ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ബിലോങ്ങിങ് ടു ദിസ് മെറ്റഫിസിക്കൽ ഫോം ഓഫ് metaphysical form of presentation, which means it's strictly out of focus considering the case of metaphysical poetry. All right. And now let's consider the 28th question. The grave is a fine and private place, but none, I think, do their embrace. Identify the poem and the poet. നിങ്ങൾ ഗ്രാജുവേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ മാസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഗ്രേവ് ഇസ് എ ഫൈൻ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റഫിസിക്കൽ പോം ആണ്. ബട്ട് നൺ ഐ തിങ്ക് ഡു ദർ എംപ്രൈസ്. ഇത് ആരുടെ പോമാണ്? എ ദി കാനനൈസേഷൻ ബൈ ജോൺ ഡൺ. B the Rape of Lock by Alexander Pope. C to his Coimestress by Marvell. And D Let Me Know to the Marriage of Two Minds Amid Impediments by Shakespeare. ഇതിൽ ആരുടെ വർക്കാണിത്? നമുക്ക് ശ്രദ്ധിക്കാം. ആരുടെ വർക്കാണ്? ഇറ്റ്സ് വെരി സില്ലി. ഇറ്റ്സ് വെരി സിമ്പിൾ. സി ടു ഹിസ് കോമിസ്ട്രസ് ബൈ ആൻഡ്രി മാർവൽ. ആൻഡ്രി മാർവലിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോമാണ് ടു ഹിസ് കോമിസ്ട്രസ് എന്ന് പറയുന്നത്. The grave is a fine and private place, but none, I think, do their embrace. So the worms shall try your long preserved virginity എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ലവ് നമുക്ക് ലെറ്റ്സ് മേക്ക് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കോയ് ആയിട്ടുള്ള പ്രണയിനിയെ, മിസ്ട്രസിനെ തീർത്തും ലവ് മേക്കിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു വളരെ വളരെ ഡിസൈറസ് ആയിട്ടുള്ള ഒരു നായകനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് ആൾ അബൌട്ട് സീസിങ് ദ ഡേ ഓർ ദ കാർപീഡിയം അല്ലേ? ഹൊറൈസിന്റെ ആ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പോമാണ് ആൻഡ്രി മാർവലിൻ്റെത്. ആൻഡ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇൻകോർപ്പറേറ്റിംഗ് ദിസ് മെറ്റഫിസിക്കൽ കൺസെപ്റ്റ്സ്. And 29th question. Identify which of the works of Bunyan is not allegorical. ജോൺ ബുനിയന്റെ വർക്ക്സുകളിൽ അല്ലീഗറിക്കൽ അല്ലാത്ത ഒരു വർക്കിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് പറയുക. എ പിൽഗ്രിംസ് പ്രോഗ്രസ് ആണോ? ബി ഗ്രേസ് ബൗണ്ടിങ് ആണോ? സി ദ ഹോളി വാർ ആണോ? ഡി ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാറ്റ്മാൻ ആണോ? ഇവിടെ 4 വർക്ക്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗ്രേസ് ബൗണ്ടിങ്. Alright. And now let's consider the 30th question. Which of the statements does not characterize Milton's Lycidas? അല്ലെ, മിൽട്ടന്റെ ലിസിഡാസിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും എക്സിബിറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എ ദ ടൈറ്റിൽ ഇസ് ഡിറൈവ് ഫ്രം വിർജിൽസ് എയ്നീഡ്. ആ ടൈറ്റിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് വിർജിലിന്റെ എയ്നീഡിൽ നിന്നുമാണ്. ബി ഇറ്റ്സ് എ പാസ്റ്റോറൽ എലജി. അതൊരു പാസ്റ്റോറൽ എലജിയാണ്. സി ഇറ്റ് കോമമറേറ്റ്സ് ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. എഡ്വേർഡ് കിങ്ങിന്റെ ഡെത്തിനെ കോമമറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു റിമെമ്പറൻസിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഡി ഇറ്റ് ഡിസ്കസസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ഇത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഒരു സ്ട്രഗിളിനെ സൂചിപ്പിക്കുന്ന വർക്കാണ്. ഇതിൽ ഏതാണ് ഇദ്ദേഹത്തിന് ലിസിഡാസ് ക്യാരക്ടറൈസ് ചെയ്യാത്തത്? കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഇറ്റ് ഡിസ്കസസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ അല്ലെ? ആ ഗോഡിനും മാനിനും ഇടയിലുള്ള ഒരു സ്ട്രഗിളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ആണ് അല്ലെ? Alright. And now 31, the greater man referred to at the beginning of Paradise Lost is, അവിടെ നമ്മൾ പാരഡൈസ് ലോസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ദ ഗ്രേറ്റർ മാൻ. ആരെയാണ് ഈ ഗ്രേറ്റർ മാൻ എന്ന് സൂചിപ്പിക്കുന്നത്? എ ആഡം ആണോ? ബി ഈവ് ആണോ? സി സൈറ്റൻ ആണോ? ഓർ ഡി ക്രൈസ്റ്റ് ആണോ? ഇതിൽ ആരെയാണ് ദ ഗ്രേറ്റർ മാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഡി ഡെഫിനറ്റ്ലി ക്രൈസ്റ്റിനെയാണ് the greater man എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. Because he is the one who is really going to help everyone by just re-establishing and conquering or just availing his throne once again. ആ ഒരു സ്വർഗരാജ്യം തിരികെ നേടിയെടുക്കുക വഴി ആ ഒരു സിംഹാസനം വീണ്ടും ഉറപ്പിക്കാൻ വരുന്ന ആൾ ആരാണ്? ക്രൈസ്റ്റ് ആണ്. So he is actually referred to as the greater man right there at the beginning of Paradise Lost. Okay. And now 32. A digression in Lycidas attacks dash. ലിസിഡാസിൽ ഒരു ഡൈഗ്രഷൻ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനെയാണ്? എ മൊണാർക്കി, ബി ട്രേഡ്സ് പീപ്പിൾ, സി നൊബിലിറ്റി, ഡി ക്ലർജി. ഇതിൽ എന്തിനെയാണ് ലിസിഡാസിൽ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ആ ഒരു ഡൈഗ്രസീവ് എലമെന്റ്സ് എന്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഡി ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്ലർജി. Alright. And now let's consider the 33rd question.
ഐഡന്റിഫൈ ദ ട്രാജിക് പ്ലേ ഓഫ് വില്യം കോൺഗ്രേവ്. ഇവിടെ തന്നിരിക്കുന്ന ഏതാനും വർക്ക്സുകളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വില്യം കോൺഗ്രേവിന്റെ ട്രാജിക് പ്ലേ ഏതാണെന്ന് മനസ്സിലാക്കുക. A. The Morning Bride, B. Love for Love, C. The Old Bachelor, D. The Way of the World. Way of the World ആണോ, Love for Love ആണ്, Old Bachelor ആണ്, Morning Bride ആണ്? ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? ദ മോർണിംഗ് ബ്രൈഡ് ആണ് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വർക്കുകളിലുള്ള ഇദ്ദേഹത്തിന്റെ ട്രാജഡി എന്ന് പറയുന്നത് ദ മോർണിംഗ് ബ്രൈഡ് ആണ്. ഓക്കെ, now 34th question. Mr. Pinchwife is a jealous husband in which of the following works? 4 വർക്ക്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒരു ജലസ് ഹസ്ബൻഡ് ആയിട്ട് ഫീച്ചർ ചെയ്യപ്പെടുന്ന മിസ്റ്റർ പിഞ്ച് വൈഫ് ഏത് വർക്കിലാണ് വരുന്നത്? A. Man of Mode, B. The Old Bachelor, C. The Country Wife, D. The Way of the World. ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം, ഇറ്റ്സ് ദ കൺട്രി വൈഫ്. ഓൾറൈറ്റ്, ദ കൺട്രി വൈഫ്. അതിലാണ് മിസ്റ്റർ പിഞ്ച് വൈഫ് ഒരു ജലസ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്, and now let's consider the 35th question. Neoclassicism derives its as inspiration from A. Classicism, B. Aestheticism, C. Impressionism, and D. Romanticism. ഇതിൽ ഏതിൽ നിന്നാണ് ന്യൂ ക്ലാസിസിസം അതിൻ്റെ ഇൻസ്പിറേഷൻ ഡിറൈവ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഏത് ആ ഒരു ട്രെൻഡിൽ നിന്നാണ്, ഏത് ട്രെൻഡ് ഓഫ് ലിറ്റററി മൂവ്മെന്റിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ന്യൂ ക്ലാസിസിസം എമേർജ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഉത്തരം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടെന്ന് പറയാം. നിയോ ക്ലാസിസം അഥവാ ന്യൂ ക്ലാസിസം സ്വാഭാവികമായിട്ടും ക്ലാസിസിസത്തിൽ നിന്നല്ലാതെ വേറെ എന്തിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുക? എ ആണ് കറക്റ്റ് ആൻസർ, ക്ലാസിസിസം. ഓൾറൈറ്റ്. Okay, now coming to the 36th question. Hanoverian period is also known as A. Age of Renaissance, B. Puritan Interregnum, C. Age of Pope, and D. Georgian period. ഇതിലേതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഹാനോവേറിയൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ഹാനോവേറിയൻ പീരീഡിന്റെ മറ്റൊരു പേരെന്താണ്? അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഏത് കാലഘട്ടം കൂടിയായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. No doubt, it's Georgian period. Alright. So നിങ്ങൾ ഏജ് വൈസ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഹാനോവേറിയൻ സക്സഷനും ഒക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ആരൊക്കെയായിരുന്നു സക്സസേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നതിനോട് കൂടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ സമയത്തുണ്ടായിരുന്ന മൊണാർക്കിയെ കുറിച്ച് പഠിക്കുന്നതും ആ ഒരു ഡൈനാസ്റ്റി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. നിങ്ങൾക്കറിയാം, യോർക്സും അതുപോലെ തന്നെ ലാൻകാസ്റ്റേഴ്സും ഒക്കെ ഉള്ളായിരുന്ന ആ വാസ് ഓഫ് റോസസും അതുപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ, 100 years of war, അങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഓരോ പീരീഡിലും നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോരോ സമയത്തും പല ട്രെൻഡുകൾ മാറിയുന്നത് അല്ലേ? വിക്ടോറിയനിസം മാറി വന്നു, അതുപോലെ തന്നെ ക്ലാസിസം മാറി വന്നു, റൊമാൻറ്റിസിസം മാറി വന്നു, മോഡേണിസം വന്നു, പോസ്റ്റ് മോഡേണിസം വന്നു. സോ അതെല്ലാം ഒരു സൊസൈറ്റിയിലെ വരുന്ന ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻസിന്റെ ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്നുള്ള തരത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പീരീഡിനെ അടയാളപ്പെടുത്തുന്നതാണ് ആ സമയത്ത് എഴുതിയിട്ടുള്ള 90% വർക്ക്സുകൾ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആളുകളെ ആ ഒരു ഫ്രെഡ്സ് ആൻഡ് ഫ്യൂറിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, റൊമാൻറ്റിക്സിനെ പോലെ മാറി നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളൂ അല്ലേ? Alright. And now let's consider the 36th question. Who initiated Jacobite risings? Jacobite risings ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആരാണ് അത് തുടങ്ങി വെച്ചിരിക്കുന്നത്? A. James II, B. William, C. Mary, D. The Old Pretender. അല്ലെ, അവിടെ കുറെ ഒരു സക്സഷനിൽ ഇഷ്യൂ വന്ന സമയത്താണ് ജേക്കബൈറ്റ് റൈസിങ്സ് വരുന്നത്. സോ ആരാണ് അത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ജെയിംസ് സെക്കൻഡ്. ഓൾറൈറ്റ്, ജെയിംസ് സെക്കൻഡ് ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ത്രോൺ തിരികെ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. ഇനി 37th. Identify the character who is not the part of Sheridan's play School for Scandals. School for Scandals എന്ന് പറയുന്ന ഷെറിഡൻസ് പ്ലേയിലെ അതിന്റെ ഭാഗമല്ലാത്ത ക്യാരക്ടർ ഇവിടെ ആരെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? A. Mrs. Malaprop, B. Lady Teasel, C. Sir Benjamin Backbite, D. Lady Sneerwell. ഈ 4 പ്രധാന ക്യാരക്ടേഴ്സിൽ ആരാണ് ഷെറിഡന്റെ പ്ലേ ആയിട്ടുള്ള സ്കൂൾ ഫോർ സ്കാൻഡൽസിൽ വരാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത്? I'm so sorry for the background noise. I can't help that. Okay. A. The right answer is Mrs. Malaprop. അവർ ഈ ഒരു വർക്കിലുള്ള ക്യാരക്ടറേ അല്ല, അവർ ഷെറിഡന്റെ തന്നെ മറ്റൊരു വർക്കായിട്ടുള്ള റൈവൽസിൽ വരുന്നൊരു ക്യാരക്ടറാണ്. ഓക്കെ,
അവരോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരികയാണ്. Malapropism is associated with a character created by A. Chaucer, B. Shakespeare, alright, C again Shakespeare നൽകിയിട്ടുണ്ട്, it's actually fault, and D. Sheridan. Alright, so Chaucer ആണോ ഷേക്സ്പിയർ ആണോ ഷെറിഡൻ ആണോ, ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? You definitely know that it's Sheridan who actually composed the work. റൈവൽസ് എന്ന് പറയുന്ന വർക്കിലെ ക്യാരക്ടറാണ് മാലപ്രോപ്പ്, മിസസ് മാലപ്രോപ്പ്. സോ അവര് വരുത്തുന്ന ആ ഒരു സംസാരത്തിലെ പിഴവുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് മാലപ്രോപ്പിസം. അതുപോലെ നമുക്ക് സിമിലർ ആയിട്ട് നമുക്കറിയാം മറ്റൊന്ന് സ്പൂണറിസം അറിയാം അല്ലെ. സ്പൂണറിസം എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വേർഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മളത് വേർഡ്സ് പറയുന്ന രൂപത്തിലുള്ള ഒരു തെറ്റാണ്, ഒരു എററാണ്. മാലപ്രോപ്പിസവും സിമിലർ ആയിട്ടുള്ള ഒരു തെറ്റാണ്. Alright. And now coming to the 39th question, which among the following works features the double wedding of George and Arabella and Sir William and Sophia? ഈ പറയുന്ന വർക്കുകളിൽ ഏത് വർക്കാണ് ജോർജ് ആൻഡ് അറബെല്ലയുടെയും അതുപോലെ തന്നെ സർ വില്യം ആൻഡ് സോഫിയയുടെയും ഡബിൾ വെഡിങ്ങിനെ സൂചിപ്പിക്കുന്നത്, അതിന് ഫീച്ചർ ചെയ്യുന്നത്? Alright. A. Good Natured Man, B. Vicar of Wakefield, C. The Citizen of the World, and D. The Rivals. ഇതിലേത് വർക്കാണ്? നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ബി. വികാർ ഓഫ് ദ വേക്ക്ഫീൽഡ്. വികാർ ഓഫ് ദ വേക്ക്ഫീൽഡിലാണ് ഈ ഒരു ഡബിൾ വെഡിങ് ഫീച്ചർ ചെയ്ത് വരുന്നത്. Alright. And now coming to the 40th question, who among the following was a member of Johnsonian Circle? ജോൺസണിയൻ സർക്കിളിലെ പ്രധാന മെമ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? കാരണം ഒരാൾ മാത്രം മെമ്പറാണ്, ബാക്കിയുള്ളവരൊന്നും മെമ്പേഴ്സ് അല്ല. So we got 4 options right here. A. Charlotte Lennox, B. Oliver Goldsmith, C. Sheridan, and D. Sydney. ഇതിൽ ആരാണ് ജോൺസണിയൻ സർക്കിളിലെ മെമ്പർ അല്ലാത്ത മെമ്പർ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്? ഓക്കെ, ആരാണ്? ബി. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഒലിവർ ഗോൾഡ്സ്മിത്ത്. സോ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്ലബ്സ് ഉണ്ടായിരുന്നു. സ്ക്രിബ്ലറേഴ്സ് ക്ലബ് ഉണ്ടായിരുന്നു, കിറ്റ് കാറ്റ് ക്ലബ് ഉണ്ടായിരുന്നു, ബ്ലൂ സ്റ്റോക്കിംഗ്സ് ക്ലബ് ഉണ്ടായിരുന്നു, ജോൺസോണിയൻ സർക്കിൾ ഉണ്ടായിരുന്നു. ഒരുപാട് സർക്കിൾസ്, ഒരുപാട് കൊളാബറേഷൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ്, ക്ലബ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. Alright. 41st question, 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Who christened Addison as Atticus in Epistle to Dr. Arbuthnot? Dr. Arbuthnot, Epistle to Dr. Arbuthnot എന്ന് പറയുന്ന വർക്കിലെ അറ്റിക്കസ് ആയിട്ട് എഡിസനെ ക്രൈസ്റ്റൻ ചെയ്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരാണ്? എ. പോപ്പ്, ബി. സ്വിഫ്റ്റ്, സി. ഡ്രൈഡൻ, ആൻഡ് ഡി. ജോൺസൺ. ഇതിൽ ആരാണ്? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് അലക്സാണ്ടർ പോപ്പ് ആണ് ഇത്തരത്തിലുള്ളൊരു കോമന്റ്, ഇത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. Now let's get to our 42nd question. Who was an economist in Dr. Johnson's circle? The options are self-explanatory. നിങ്ങൾക്കറിയാം പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒലിവർ ഗോൾഡ്സ്മിത്തും ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എക്കോണമിസ്റ്റ്, പോപ്പുലർ ആയിട്ടുള്ള എക്കണോമിസ്റ്റിനെയാണ് ഇവിടെ ഇദ്ദേഹം പ്രത്യേകമായിട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എ. എഡ്മണ്ട് ബർഗ്, ബി. ഒലിവർ ഗോൾഡ്സ്മിത്ത്, സി. ഡേവിഡ് ഗാരിക്, ആൻഡ് ഡി. ആഡം സ്മിത്ത്. ഈ 4 വർക്കുകളിൽ ആരാണ് ഡോക്ടർ ജോൺസൺ സർക്കിളിലെ ദ എക്കണോമിസ്റ്റ്? ആരാണ് ആ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? ആരാണ്? And you definitely know the answer. It's D. Adam Smith. ആഡം സ്മിത്ത് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു സർക്കിളിലെ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. And now comes the 43rd question. Max Lucknow is a lampoon on dash. ആരെ കുറിച്ചുള്ള ഒരു ലംപൂൺ ആണ് അല്ലെ, അവരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വർക്കാണ് മാക്സ് ലക്നോ എന്ന് പറയുന്നത്. എ. കോളിസിബർ, ബി. തോമസ് ഷാഡ്വെൽ, C. Ben Jonson, and D. Dr. Johnson. ഈ 4 വർക്കുകളിൽ ആരെ സൂചിപ്പിക്കുന്ന, ആരെ ലംബൂൺ ചെയ്തുകൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന വർക്കാണ് മാക്സ് ലക്നോ എന്ന് പറയുന്നത്. അവിടെ കുറെ ഒരു വാർ ഓഫ് അല്ലെങ്കിൽ ഒരു പാംഫ്ലെറ്റ് വാർ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറെ ഒരു എഴുത്തുകാരൻ മറ്റൊരാളെ ഡിഫെയിം ചെയ്യുന്നു, മറ്റേ എഴുത്തുകാരൻ ഇതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വർക്ക് എഴുതുന്നു. ഇങ്ങനെ കുറച്ച് സീരീസ് ഓഫ് ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വർക്കുകളിലൂടെ അവരത് മറ്റൊരു റൈറ്ററെ ഇതുപോലെ ഡിഫെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ആർക്കിടയിലാണ് നടന്നുകൊണ്ടിരുന്നത്? ഓൾറൈറ്റ്, തോമസ് ഷാഡ്വെല്ലിനെയാണ് ഇവിടെ മാക്സ് ലക്നോയിൽ ലംബൂൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഷെറിഡന്റെ മാക്സ് ലക്നോയിൽ
തോമസ് ഷാഡ്വെല്ലിനെ മോശപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം there was a kind of defaming war in between them, so they were actually trying their best to just profess their comments against each other. All right. Now, 44th question. Who said, "In my style, I have professed to imitate Shakespeare"? എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാൻ ഷേക്സ്പിയറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ശ്രദ്ധിക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. എ ഡ്രൈഡൻ, ബി പോപ്പ്, സി ഡോക്ടർ ജോൺസൺ ആൻഡ് ഡി വില്യം ബ്ലേക്ക്. ഈ 4 ഓപ്ഷനിൽ ആരാണ് ഇത്തരത്തിലൊരു കോമന്റ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ്സ് ഗെറ്റ് ടു നോ ദി ആൻസേഴ്സ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഡ്രൈഡൻ. ഡ്രൈഡൻ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഞാൻ തീർച്ചയായും ഷേക്സ്പിയറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബിക്കോസ് ഹി റിയലി റിഗാർഡഡ് ഷേക്സ്പിയർ ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് writers and playwrights of all the time. And now coming to the 45th question. Who wrote an essay concerning human understanding? An essay concerning human understanding എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള എസ്സേ ആരുടെ വർക്ക് ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ സ്വിഫ്റ്റ്, ബി ഡ്രൈഡൻ, സി ജോൺ ലോക്ക് ആൻഡ് ഡി ലോറൻസ് സ്റ്റേൺ. ഈ 4 വർക്കുകളിൽ ആരൊക്കെയാണ്? And you really know that? What's the right answer? Yes, it's definitely John Locke. John Locke ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം, അല്ലെ? ജോൺ ലോക്ക് ആണ് ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. Alright. Now coming to the next question. A literary club founded by Pope, Swift, Gay, Parnell and Arbuthnot. So what's the name of that literary club? ഇവരെല്ലാവരും കൂടി ഫൗണ്ട് ചെയ്തിരിക്കുന്ന ലിറ്റററി ക്ലബ് ഏതാണ്? We got 4 options. A coffee house club, B Twickenham Society, C Scribner's Club and D The Club. ഇതിൽ ഏതാണ് പോപ്പും സ്വിഫ്റ്റും ഗേയും പാർണലും ആൽബർട്ട്നോട്ടും കൂടി ഫൗണ്ട് ചെയ്തിരിക്കുന്ന ക്ലബ് എന്ന് പറയുന്നത്? It's very simple. It's definitely the Scribner's Club. Scribner's Club ആണ് ഇവരെല്ലാവരും കൂടി ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The 17th century English philosopher who helped lay the foundations of empiricism and political liberalism. Empiricism അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു എംപിറിക്കൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂവിന് കാര്യമായിട്ടൊരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻസ്, എംപിറിസിസത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ലേ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലിബറലിസത്തിന്റെയും ഫൗണ്ടേഷൻസ് പ്രോപ്പർ ആയിട്ട് ലേ ചെയ്തിട്ടുള്ള, സിമെന്റ് ചെയ്തിട്ടുള്ള 17th സെഞ്ചുറിയിലെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫിലോസഫർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So let's get to know who is the right answer, who is actually the one. A 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. എ ബർഗ്, ബി ലോക്ക്, സി മാൽത്തൂസ്, ഡി കെയ്ൻ. ഇതിൽ ആരാണ്? ഡെഫിനറ്റ്ലി ദിസ് ഈസ് ലോക്ക് തന്നെയാണ്, അല്ലെ? ജോൺ ലോക്കിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. And now let's discuss about the 48th question. The 18th century writer who came to be called Parson Yorick after the name of a character of one of his works. അല്ലെ, ഇദ്ദേഹത്തിന്റെ വർക്ക്സുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർസൺ യോറിക് എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ള 18th സെഞ്ചുറി റൈറ്റർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു വർക്കിന്റെ അടിസ്ഥാനത്തിൽ അതിലൊരു ക്യാരക്ടറിനെ തന്നെ ഇദ്ദേഹത്തിന് വിളിക്കപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വർക്കിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിന്റെ നെയിം തന്നെ വിളിച്ചു. പാർസൺ യോറിക് എന്ന് ഇദ്ദേഹത്തെയും വിളിക്കാൻ തുടങ്ങി. ഏത് റൈറ്റർ ആണത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ സ്റ്റേൺ, ബി സ്വിഫ്റ്റ്, സി റിച്ചാർഡ്സൺ ആൻഡ് ഡി ഫീൽഡിംഗ്. Let's get to know the answers. The right answer, A ലോറൻസ് സ്റ്റേൺ, അല്ലെ? സ്റ്റേൺ ആണ്, സ്റ്റേണിന്റെ വർക്കിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? Now 49th question. Which among the following is a parody of Richardson's Pamela? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഏതാനും വർക്ക്സുകളിൽ റിച്ചാർഡ്സന്റെ പമേലയുടെ പാരഡി ആയിട്ട് ഏത് വർക്കാണ് വന്നിരിക്കുന്നത്? ട്രിസ്ട്രം ഷാന്റി, എ, ബി ഷമേല, സി അമേലിയ, ഡി ക്ലാരിസ. ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? And you really know what the answer is? It's definitely ഷമേല, അല്ലെ? റിച്ചാർഡ്സൺ, അതുപോലെ തന്നെ ഹെൻറി ഫീൽഡിംഗ് പോലെയുള്ള ഒരുപാട് റൈറ്റേഴ്സ് ആ ഒരു സമയത്ത്, കൂടാതെ ഒട്ടനവധി ആളുകളും ഈ ഒരു സമയത്ത് പമേലയ്ക്കെതിരെ, പമേലയിലെ ആ ഒരു എക്സ്ട്രീം
വിർച്വസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കളിയാക്കിക്കൊണ്ട് ഷമേല പോലെയുള്ള ആന്റി പമേല പോലെയുള്ള ഒരുപാട് വർക്ക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷൻസുകളിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഷമേലയാണ്. Now, 15th question. The poet known by the title of the Bard of Ayrshire and as the Ploughman's Poet. അല്ലെ, ബാർഡ് ഓഫ് ആയർഷയർ അതുപോലെ തന്നെ പ്ലോമാൻസ് പോയറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പോയറ്റ് ആരാണ്? എ ബ്ലേക്ക്, ബി റോബർട്ട് ബേൺസ്, എൻ സി ലാംഗ്ലാൻഡ്, ആൻഡ് ഡി കൗപ്പർ. ഇതിൽ ആരാണ്? ഉത്തരം നമുക്ക് ശ്രദ്ധിക്കാം. റോബർട്ട് ബേൺസ്. മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പോയറ്റ് ആണ് റോബർട്ട് ബേൺസ്. ആൻഡ് ഹി ഈസ് ആക്ച്വലി നോൺ ബൈ ദ ടൈറ്റിൽ ഓഫ് ദ ബാർഡ് ഓഫ് ആയർഷയർ ആൻഡ് ആസ് ദ പ്ലോമാൻസ് പോയറ്റ്. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ റൈറ്റ് ഹിയർ. സോ നിങ്ങൾക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. അതായത് ഇതിനോടകം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞു. 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് യൂണിറ്റ് 1 ആദ്യം മുതൽ 1ാമത്തെ മൊഡ്യൂൾ മുതൽ 20ാമത്തെ മൊഡ്യൂൾ വരെ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന പ്രധാന 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നാമതായിട്ട് എന്താണ്? ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് കോംപ്ലക്സിറ്റി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു നെറ്റ് അല്ലെങ്കിൽ ആ ഒരു HSST പോലെയുള്ള പരീക്ഷകളിൽ വരുന്ന തരത്തിലൊരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കില്ല അല്ലെ. ഏറെക്കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നിരുന്നാലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരില്ല എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കുറെ ആശ്വസിക്കാം അല്ലെ. സോ അതാണ് ഏറെക്കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ കഴിയുന്നതും ഡയറക്റ്റ് ആയിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇയർ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ചില ആളുകളെ കുറിച്ചുള്ള റിമാർക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ സാധാരണ കവർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ സാധാരണയായിട്ട് കവർ ചെയ്തിരിക്കുന്ന സാധാരണ ഭാഗങ്ങളാണ് ചോദിക്കുന്നത് അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ കുഴപ്പിക്കുന്ന യാതൊന്നും ഇതിലില്ല. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇതുപോലെ ഈക്വലി റെലവൻറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബബ്ലി ഈ വരുന്ന വർഷം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക. അത് ചെയ്താൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കും അല്ലെ. കാരണം നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വറീഡ് ആവും. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ അവസ്ഥ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ പേടിയാവുന്നു. ആ ഒരു പേടിയും ആ ഒരു നെർവസ്നെസ്സും ആ ഒരു പെർട്ടിക്കുലർ ഹാർഡ് സിറ്റുവേഷൻസും ഒക്കെ മുന്നിൽ കാണാതെ നേരെ മറിച്ച് നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക അല്ലെ. നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നോ അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ആത്മവിശ്വാസം അല്ലെ, ഒപ്റ്റിമിസം, ഹോപ്പ്. And of course, a mind which is absolutely dedicated to hard work and definitely smart work. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് സെറ്റ് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ചിന്തയിൽ വേണം, എന്നുള്ള ഒരു ധൈര്യത്തിലും ഉറപ്പിലും വേണം നിങ്ങൾ ഇറങ്ങാൻ. പിന്നെ നമ്മളെപ്പോഴും പറയാറില്ലേ, ആകെ ജസ്റ്റ് എ മിനിറ്റ്, ഐ എം സോ സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ്. അതായത് നമ്മളെപ്പോഴും പറയാറില്ലേ, ആകെ നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറാന്നുള്ളത്. അതായത് അതൊരു നിർബന്ധിതാവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു മലയാളം പഴഞ്ചൊല്ലാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഫോക്കൽ പോയിന്റ് എന്താണ്, നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മളിവിടെ നനഞ്ഞിറങ്ങുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് കയറുക തന്നെ വേണം അല്ലെ. കാരണം നിങ്ങൾ ഇതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ ഇതിന് ഒരുപാട് എഫേർട്സ് എടുക്കുന്നു. നിങ്ങളുടെ എഫേർട്സിന് ഒരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ PYQs വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, ഏത് തരത്തിലുള്ള ഭാഗങ്ങൾ ഇനി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, എത്രത്തോളം ഡീപ്പായിട്ട് പോകണം, എത്രത്തോളം ലിമിറ്റഡ് ആയിട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അവിടെ റെഡിയായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എൻട്രി ആപ്പുകളിൽ ലഭ്യമാണ്.
അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സോ നിങ്ങൾ ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക, നന്നായിട്ട് പാഠഭാഗങ്ങളെല്ലാം മനസ്സിലാക്കുക. ലെക്ചർ നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഏത് സെഷൻസ് നൽകുമ്പോഴും ലെക്ചർ നോട്ട്സ് പ്രോപ്പറായിട്ട് എടുത്ത് മാർക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു പക്ഷേ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കണം. കാരണം എപ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് എപ്പോഴും ചില എക്സ്ട്രാ പോയിന്റുകൾ എല്ലാ ടീച്ചേഴ്സിന്റെ വായിൽ നിന്നും വരാറുണ്ട്. സോ അത് ശേഖരിച്ച് വെക്കുക എന്നുള്ളതും ഒരു മിടുക്കാണ് അല്ലേ? കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗിവൻ സിറ്റുവേഷനെ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങളുടെ സക്സസ് ആണ്. ദാറ്റ്സ് റിയലി ഗോണ ഹെൽപ്പ് യു ടു ബി സക്സസ്ഫുൾ ഇൻ whatever area you really wanted to excel in. സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ആൻഡ് the entry team is really optimistic and hopeful about your performance as well. So I hope everyone will be definitely just working really hard to be that person who really achieves your goal this time. So all the best, everyone. എല്ലാവർക്കും സെറ്റ് ലഭിക്കട്ടെ, എല്ലാവർക്കും ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കട്ടെ. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു അധ്യാപകനാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി.